What's a stack? Stack is a data structure that follows last in first out principle or LIFO principle. So we know in the case of stack, the last item inserted is first taken out. So the main operations performed on stack are, നമുക്ക് സ്റ്റാക്കിലേക്ക് മെയിനായിട്ട് രണ്ട് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. ഒന്ന്, സ്റ്റാക്കിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, അതേപോലെ സ്റ്റാക്കിൽ നിന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്യുക. സോ സ്റ്റാക്കിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ സ്റ്റാക്കിൽ നിന്ന് ഡാറ്റയെ ഡിലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ദ ഓപ്പറേഷൻസ് ഓൺ സ്റ്റാക്ക് ആർ ഫസ്റ്റ് വൺ push operation and second one pop operation. So in this video we can discuss more about push operation. Push operation is the process of inserting a new data item into the stack. സ്റ്റാക്കിലേക്ക് പുതിയൊരു ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റാക്കിൻ്റെ കേസിൽ പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും പെർഫോം ചെയ്യുന്നത് ടോപ്പ് ഓഫ് എ സ്റ്റാക്ക്, സ്റ്റാക്കിൻ്റെ ടോപ്പ് പൊസിഷനിൽ നിന്നാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതും അതേപോലെ റിമൂവ് ചെയ്യുന്നതും. സോ സ്റ്റെപ്സ് ഫോർ പുഷ് ഓപ്പറേഷൻ ആണ് സ്റ്റാക്ക്. എന്തൊക്കെയാണ് ഒരു ഡാറ്റ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ്? ഫസ്റ്റ് വൺ, അക്സെപ്റ്റ് ദ വാല്യൂ ഇൻ എ വേരിയബിൾ ടു ഇൻസേർട്ട് ഇൻ ടു ദ സ്റ്റാക്ക്. ആദ്യം നമ്മൾ സ്റ്റാക്കിലേക്ക് ആരെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ വാല്യൂവിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. Second step, increment the value of toes by 1. Toes means top of the stack. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടോസ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ കറണ്ട് പൊസിഷൻ എവിടെയാണോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് ടോസ്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററാണ് ടോസ്, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. അപ്പോൾ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എവിടെയാണോ സ്റ്റാക്കിൻ്റെ ടോസിൻ്റെ വാല്യൂ ഉള്ളത് അതൊരു പ്രാവശ്യം ഇൻക്രിമെൻ്റ് ചെയ്യും. സ്റ്റെപ്പ് 3, സ്റ്റോർ ദ വാല്യൂ അറ്റ് ദ ടോസ് പൊസിഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ ഇൻക്രിമെൻ്റ് ചെയ്ത പൊസിഷനിലേക്ക് പുതിയൊരു വാല്യൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ആ വേരിയബിളിലെ വാല്യൂ സ്റ്റോർ ചെയ്യണം. സോ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഇപ്പോൾ ഒരു പുഷ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാക്കിലേക്ക് ഒരു പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് 3 സ്റ്റെപ്സ് വേണം. ആദ്യത്തെ സ്റ്റെപ്പിൽ ഏത് ഡാറ്റയാണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഡാറ്റയെ നമ്മൾ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ്, ഇപ്പോൾ എന്താണോ ടോസിൻ്റെ വാല്യൂ അതൊരു ഇൻക്രിമെൻ്റ് ചെയ്യണം, അത് 1 സ്റ്റെപ്പ് മുകളിലേക്ക് പോകണം, കാരണം നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്കാണ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത്. സോ ടോസിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ ഇൻക്രിമെൻ്റ് ചെയ്ത പൊസിഷനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള വേരിയബിളിലെ വാല്യൂ സ്റ്റോർ ചെയ്യണം. ഈ 3 സ്റ്റെപ്പാണ് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. സോ നമുക്ക് ഡീപ്പായിട്ട് പറയാം. കൺസിഡർ ദിസ് ഫിഗർ. സോ ഈ ഫിഗറിൽ ദ സ്റ്റാക്ക് ദിസ് ഈസ് എ അറേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അറേ വെച്ചിട്ടാണ്. സോ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അറേ ആയതുകൊണ്ട് അറേയുടെ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1, 2, 3, 4 എക്സെട്ര. സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിളാണ്. സോ സ്റ്റാക്കിൽ നിന്ന് നമ്മൾ ഡാറ്റ മുകളിലേക്കാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? ഏറ്റവും മുകളിലെ ഡാറ്റയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇൻ ദിസ് കേസ് ദ ഫസ്റ്റ് ഫിഗർ ഹിയർ സ്റ്റാക്ക് ഈസ് എംപ്റ്റി. നമ്മൾ പറയുന്നു ഒരു സ്റ്റാക്ക് എംപ്റ്റി ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടോസ് മീൻസ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഇപ്പോൾ ഇതിലേക്ക് ഡാറ്റയൊന്നുമില്ല, അല്ലേ? അപ്പോൾ ടോസിൻ്റെ വാല്യൂ എന്തായിരിക്കും? -1. ഇഫ് ദ വാല്യൂ ഓഫ് ദ ടോസ് ഈസ് -1 ദാറ്റ് മീൻസ് സ്റ്റാക്ക് ഈസ് എംപ്റ്റി. കാരണം -1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേഷൻ എവിടെയാണ്? അടിയിലാണ്. നമ്മൾ അറയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടില്ല. അപ്പോൾ ടോസിൻ്റെ വാല്യൂ, ടോസ് മീൻസ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്, -1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അറേ എന്താണ്? സ്റ്റാക്ക് എംപ്റ്റി ആണ്. ദർ ഇസ് നോ ഡാറ്റ ഇൻസേർട്ടഡ് ഇൻ ടു ദ സ്റ്റാക്ക്. സ്റ്റാക്ക് ഇപ്പോൾ എംപ്റ്റി. ഇപ്പോൾ സ്റ്റാക്ക് എംപ്റ്റി ആണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടോസിൻ്റെ വാല്യൂ -1 ആകുമ്പോഴാണ്. നോക്കൂ, ഇൻ ദിസ് ഫിഗർ ടോസ് ഇസ് -1. പുതിയ ഡാറ്റയൊന്നും നമ്മൾ ഇൻസേർട്ട് ചെയ്യാറുമില്ല, അല്ലേ? അപ്പോൾ സ്റ്റാക്ക് എംപ്റ്റി ആണ്. ഇനി നമ്മളിതിലേക്ക് പുതിയൊരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ന്യൂ ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. ഇതിലേക്ക് 25 എന്നുള്ള വാല്യൂ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പിൽ accept the value 25 into a variable. ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ടോസിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. -1 എന്നുള്ളത് ഒരു പ്രാവശ്യം ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 ആണ്, അല്ലേ? -1 + 1 എന്താ? 0. അപ്പോൾ ടോസിൻ്റെ വാല്യൂ 0 ആയി. ഈ തേർഡ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഈ വാല്യൂ 25 അല്ല, നമ്മൾ ആരിലേക്ക് സ്റ്റോർ ചെയ്തു? ഈ 0 നിൽക്കുന്ന പൊസിഷനിലേക്ക് സ്റ്റോർ ചെയ്തു. അതായത് നമ്മൾ ഡാറ്റ നമ്മൾ സ്റ്റാക്കിൽ ഇപ്പോൾ ഒരു എലമെൻറ്റ് നമ്മൾ ഇൻസേർട്ടായി,
അല്ലേ? അപ്പോൾ ഇപ്പോൾ സ്റ്റാക്ക് എം ടി ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ടോസിൻ്റെ പൊസിഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ലൊക്കേഷനിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു എലമെൻറ്റ് ആഡ് ചെയ്യാം. സോ നമുക്ക് 34 എന്നുള്ള എലമെൻറ്റാണ് ആഡ് ചെയ്യേണ്ടത്. സോ ആ വാല്യൂ നമ്മൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ്, ടോസിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. നേരത്തെ ടോസിൻ്റെ വാല്യൂ എന്തായിരുന്നു? 0 ആണ്. 0 + 1 1. അപ്പോൾ ടോസിൻ്റെ വാല്യൂ 1 ആയി. ആ 1 എന്നുള്ള സബ്സ്ക്രിപ്റ്റ് എവിടെയാണോ അവിടേക്ക് ആദ്യം സ്റ്റോർ ചെയ്തു, 34 ഇൻസേർട്ട് ചെയ്തു, അല്ലേ? അപ്പോൾ ഇപ്പോൾ ടോസിൻ്റെ കറക്റ്റ് ഇപ്പോൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. നെക്സ്റ്റ് ആണ് നമ്മൾ എഗെയിൻ വി വാണ്ട് ഇൻസേർട്ട് എ ന്യൂ ഡാറ്റ. നമുക്ക് 18 എന്നുള്ള സ്റ്റോർ ചെയ്യണം. സോ എഗെയിൻ ദ വാല്യൂ ഓഫ് ദ ടോസ് ഈസ് ഇൻക്രിമെൻറ്റഡ്. 1 ആയിരുന്നു. 1 + 1 2. 2 എന്നുള്ള ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ 2 എന്നുള്ള സബ്സ്ക്രിപ്റ്റിൻ്റെ ലൊക്കേഷനിലേക്ക് ആരെ സ്റ്റോർ ചെയ്തു? 18 എന്ന് പറഞ്ഞ ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ ടോസിൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. സോ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ? ഈ ലൊക്കേഷൻ അറേ ഫുള്ളാവണ വരെ. സോ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അറേ ആയതുകൊണ്ട് ഒരു പ്രത്യേകതയുണ്ട്. ഈ അറേയുടെ സൈസിലുള്ള ഡാറ്റ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ നമുക്ക് അറേ ഫുള്ളാവണ വരെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം. അറേ ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ദിസ് കേസ് ടോസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 9 ആയിരിക്കും. Stack overflow. So once the stack is full and if you attempt to insert an item, an impossible situation arises. This is known as stack overflow. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ? നമ്മൾ സ്റ്റാക്കിൻ്റെ കേസിൽ ഇപ്പോൾ 10 എലമെൻറ്റും നമ്മൾ ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കൂ. 10 എലമെൻറ്റും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയൊരു പുതിയ എലമെൻറ്റ് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്റ്റാക്ക് ഫുള്ളായി. ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇനി ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് സ്റ്റാക്ക് ഓവർഫ്ലോ. കാരണം സ്റ്റാക്ക് ഫുള്ളായി, ഇനി അത് ഓവർഫ്ലോ ആണ്, ഇതിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ആ സിറ്റുവേഷനെ, ആ ഒരു അൺഫേവറബിൾ സിറ്റുവേഷനെ പറയുന്ന പേരാണ് സ്റ്റാക്ക് ഓവർഫ്ലോ. സോ വൺസ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ ആൻഡ് ഇഫ് യു ട്രൈ ടു അറ്റംപ്റ്റ് ടു ഇൻസേർട്ട് എൻ ഐറ്റം ആൻഡ് ഇമ്പോസിബിൾ സിറ്റുവേഷൻ അറൈസസ്, ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റാക്ക് ഓവർഫ്ലോ. അപ്പോൾ ഈ കേസിൽ നോക്കൂ, ഈ സ്റ്റാക്കിൽ വാല്യൂ ഇൻസേർട്ട് ചെയ്തു. ABCDE 5 ലൊക്കേഷൻ ഉണ്ട് അല്ലേ? 0 1 2 3 4 ആർ ദ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ഓഫ് ദ അറേ സ്റ്റാക്ക്. ഇപ്പോൾ ഈ സ്റ്റാക്കിലേക്ക് 5 വാല്യൂ ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ ഈ സ്റ്റാക്ക് ഫുള്ളാണ്. ടോസിൻ്റെ ഇൻഡിക്കേറ്റർ എത്രയാണ്? 4 ആണ്. അറേ ഫുള്ളാണ് അല്ലേ? ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണം. ടോസിൻ്റെ വാല്യൂ എന്തായി? 5 ആയി. ഇങ്ങനൊരു ലൊക്കേഷൻ ഈ അറേയിലുണ്ടോ? ഇല്ല. സോ അതൊരു ഇമ്പോസിബിൾ സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനെ പറയുന്ന ആ ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് സ്റ്റാക്ക് ഓവർഫ്ലോ. സോ വി കാൺട്ട് ആഡ് എ ന്യൂ ഡാറ്റ ഐറ്റം വൺസ് സ്റ്റാക്ക് ഈസ് ഫുൾ. കാരണം സ്റ്റാക്ക് ഫുള്ളാണ്. ബിക്കോസ് അറേക്ക് ലിമിറ്റഡ് സൈസ് ഉണ്ട്. അറേയുടെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ സിറ്റുവേഷനിൽ പുതിയ നമ്മൾ അറേ ഫുള്ളായി, സ്റ്റാക്ക് ഫുള്ളായിട്ട് വീണ്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പോസിബിൾ സിറ്റുവേഷനെ പറയുന്ന പേരാണ് സ്റ്റാക്ക് ഓവർഫ്ലോ. സോ ഈ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം നമുക്കൊന്ന് അൽഗോരിതത്തിലൂടെ സമ്മറൈസ് ചെയ്യാം. സോ അൽഗോരിതം എന്താ നമുക്കറിയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇനിയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് സ്റ്റെപ്സിലൂടെ നമുക്കൊന്ന് ലഘൂകരിക്കാം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇഫ് ടോസ് മീൻസ് നമുക്കറിയാം ടോസ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ലെസ് ദാൻ n. ലെറ്റ് n എന്നുള്ളത് 10 ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൈസിൽ അറേയുടെ സൈസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളൊരു പുതിയൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ടോസ് ചെക്ക് ചെയ്യണം. ആ സമയത്ത് നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യണം. സോ ഞാൻ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ വാൽ എന്ന് പറഞ്ഞൊരു വേരിയബിളിലുണ്ട്. ചെക്ക് ചെയ്യണം ഇഫ് ടോസ് ലെസ് ദാൻ n ആണോ. ഇപ്പോൾ ഈ പ്രീവിയസ് കേസിൽ ഇപ്പോൾ ടോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 2 ആണ്. 2 ലെസ് ദാൻ എന്ന് പറയുന്നത് എത്ര? അറേയുടെ സൈസിനെയാണ് എന്ന് പറയുന്നത്. അറേയുടെ സൈസ് എത്രയാണ്? 10 ആണ്. 2 ലെസ് ദാൻ 10 ആണോ? 2 ലെസ് ദാൻ 10 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എന്ന് പറഞ്ഞാൽ അറേയുടെ മാക്സിമം സൈസാണ്. അതിനേക്കാൾ ലെസർ വാല്യൂ ആണ് ടോസിലെങ്കിൽ മാത്രമേ നമുക്ക് അറേയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടോസ് ഇപ്പോൾ നോക്കൂ, ടോസിൻ്റെ കേസിൽ ടോസിൻ്റെ വാല്യൂ ഇൻ ദിസ് കേസ് ടോസിൻ്റെ വാല്യൂ 2 ആണ് അല്ലേ? 2 ലെസ് ദാൻ 9 ആണോ? 2 ലെസ് ദാൻ 9 ആണ്. സ്വാഭാവികമായിട്ട് കണ്ടീഷൻ ട്രൂ ആണ്. നമുക്ക് ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ടോസിൻ്റെ വാല്യൂ എന്തായി? ടോസ് +1. അടുത്തതിലേക്ക് നമ്മൾ പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ 2 എന്നുള്ളത് എന്തായി? 3 ആയി. സ്റ്റാക്ക് ഓഫ് 3. സ്റ്റാക്ക് ഓഫ് 3യിലേക്ക് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തു? സ്റ്റാക്ക് ഓഫ് 3 എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ? ഈ സ്റ്റാക്കിൻ്റെ മൂന്നാമത്തെ സ്റ്റാക്ക് ഓഫ് 3 ഇതിലേക്ക് ആദ്യം സ്റ്റോർ ചെയ്തു? ഇതിൻ്റെ അകത്തുള്ള വാല്യൂനെ സ്റ്റോർ ചെയ്തു. സോ സ്റ്റാക്ക് ഓഫ് 3 = വാൽ. സോ അപ്പോൾ നമ്മൾ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കൂ, ഈ തൊട്ട് മുന്നത്തെ പ്രീവിയസ് കേസിൽ ഇവിടെ ടോസിൻ്റെ വാല്യൂ എന്താണ്? 4 ആണ് അല്ലേ? ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെ മാക്സിമം സൈസും 4 തന്നെയാണ്.
അപ്പോൾ ഇവിടെ 4 <4 ആണോ? അല്ല, ഈ ഒരു കണ്ടീഷൻ നടക്കില്ല. അപ്പോൾ എന്താ? എൽസ് ആണ്, സ്റ്റാക്ക് ഓവർഫ്ലോ. ഈ സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോ പറയുക. സ്റ്റാക്ക് ഫുള്ളായി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ അതാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ടോസ് ലെസ് ദാൻ n ആണോ? n മീൻസ് ദ മാക്സിമം സൈസ് ഓഫ് ദ അറേ, ടോസ് ഇസ് ദ കറണ്ട് വാല്യൂ ഓഫ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ആ ടോസ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്തുള്ള അതിൻ്റെ കറണ്ട് പൊസിഷനാണ്. അപ്പോൾ ടോസിൻ്റെ വാല്യൂ ലെസ് ദാൻ മാക്സിമം സൈസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അറേയിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അല്ലേ? ആദ്യം നമ്മൾ വാല്യൂ അക്സെപ്റ്റ് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പിൽ ടോസ് ഇൻക്രിമെൻറ്റ് ചെയ്തു, തേർഡ് സ്റ്റെപ്പിൽ ആ ലൊക്കേഷനിലേക്ക് ആരെ സ്റ്റോർ ചെയ്തു? വാല്യൂ സ്റ്റോർ ചെയ്തു. ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുമെന്ന് പറഞ്ഞാൽ ടോസിൻ്റെ വാല്യൂ അറേയുടെ മാക്സിമം സൈസിനേക്കാൾ ഇൻക്രീസ് ആവണം. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ മാക്സ് കേസ്. ഇപ്പോൾ ഈ കേസിൽ 4 ആണ്. 4 <4 ആണോ? അല്ല, 4 <4 അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായി? അറേ ഫുള്ളാണ്, നമുക്ക് ഇനി ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ആ കേസിൽ എന്താണ്? പ്രിൻറ്റ് സ്റ്റാക്ക് ഓവർഫ്ലോ, എൻഡ് ഓഫ് ഇഫ്. ഓക്കെ, സോ ദിസ് അൽഗോരിതം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു അറേയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാക്കിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റാക്കിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷന് പറയുന്ന പേരാണ് പുഷ് ഓപ്പറേഷൻ.